ഹലോ ഗായ്സ്, ജിമിഗി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോണേട്ടോ. നല്ലൊരു പുഴവറ്റ് കിട്ടിയിട്ടുണ്ട്. പുഴവറ്റ് എന്ന് പറയുമ്പോൾ കടൽ മീനെ പോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല നെയ്യും നല്ല സോഫ്റ്റ് മാംസമാണ് ഇതിന്. നമ്മളിന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെ കറി വെക്കണേന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെന്താണ്, ഒരു തേങ്ങ ചിരങ്ങി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ വറ്റ പാൽക്കറിയാണ് വെക്കാൻ പോണത്. കുടംപുളിയൊക്കെ ഇട്ട് നല്ല സൂപ്പർ പാൽക്കറി. അതിനായിട്ടൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി ഇഞ്ചി ഇടണം. ഇഞ്ചി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും പച്ചമുളക് ഇടണം. നമ്മൾ എന്ത് നോൺ വെജ് വെക്കുമ്പോഴും ഇഞ്ചിയും പച്ചമുളകൊക്കെ ആദ്യം ഇടണം. അപ്പോൾ ആ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. നന്നായിട്ട് സോട്ടായി വന്നിട്ട് സവാള ഇടാം. സവാള ഇട്ട് കറിവേപ്പില ഇടാം. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ അതിൻ്റെ പകുതി മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, ഇതെല്ലാം നന്നായിട്ട് മൂപ്പിക്കണം. നല്ലൊരു സ്മെല്ല് വരണം. അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. വഴന്ന് വരുമ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഇട്ട് വെച്ചേക്കണ വെള്ളമില്ല, ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയണം. ഈ സമയത്ത് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് തിളക്കണം. തിളച്ച് ജസ്റ്റ് ഒന്നൊരു എണ്ണ തെളിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചുള്ള മീൻ കഷ്ണങ്ങളില്ലേ, അതിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ മീൻ കഷ്ണമൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഈ സമയത്ത്. അന്നേരം ഇട്ട് ഉപ്പ് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. കണ്ട, ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ മീത്തിൻ്റെ തലയാണ് നമ്മൾ വെട്ടിന്ന് 2 പീസാക്കി വെച്ചേക്കാണ്. തല അങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ട് ഇത് ഡിഷ്. ഈ ബാക്കി കഷ്ണങ്ങളെല്ലാം ഇടാം. ബാക്കി കഷ്ണമൊക്കെ ഇട്ട് നന്നായിട്ട് തിളക്കണം. ഈ കറി ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം നല്ല സൂപ്പർ ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കണുണ്ട് കറി. നന്നായിട്ട് തിളച്ച് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക നമ്മൾ. അപ്പോൾ തീ സിമ്മിലാക്കണം കേട്ടോ. കറി വറ്റി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, 1-ാം പാലില്ലേ, അതൊഴിച്ചു കൊടുക്കണം. പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. നല്ല റെസിപ്പീസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പം നമ്മൾ 1-ാം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കറി ഇനി അധികം തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. കറി ചുറ്റിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി അടുത്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വറവിടാനായിട്ടൊരു പാൻ എടുത്ത് വെക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ചുവന്നുള്ളിയാണ് വറവിടാൻ എടുത്തേക്കണത്. ചുവന്നുള്ളി വറവിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെന്താണ്, കുറച്ച് കറിവേപ്പിലയും വേണം. കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവണ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. വഴറ്റിയിട്ട് കറിയിലിടണം. ഇങ്ങനെ വറവിടുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല കളർഫുള്ളുമാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കിക്കോട്ടെ. ഇപ്പോൾ ഇത് രസം നോക്കിയ കറി കാണാനായിട്ട്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഈ കറി. ഞങ്ങളിപ്പോൾ ഇവിടെ ചോറിൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുകയാണ്. വീഡിയോ കഴിഞ്ഞിട്ടാണ് കഴിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണോട്ടെ കറി. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കറി എങ്ങനെയുണ്ടെന്ന്. പിന്നെ എന്താണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.